ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം. നമുക്കിന്ന് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് നോക്കാം. ഇപ്പം ജോലിയിലിരിക്കുന്ന അല്ലെങ്കിൽ ജോലിയുള്ള ഓൾറെഡി നിങ്ങളുടെ ആയിട്ടുള്ളൊരു ഇതിൽ എത്തിയ ആണെങ്കിൽ പോലും കരിയർ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ അവിടുത്തെ ഒരു ഭാവി, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സ്പ്രെഡാണ് ഇന്നത്തെ. അപ്പോൾ നമുക്ക് ആരോട് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങോട്ടാണത് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ, എന്താണ് കരിയറിൽ നമ്മുടെ ഫ്യൂച്ചർ. ഡിയർ ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് ടാക്കി വിശ്വനാഥ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ടാക്കി സോൾ ടാരോ. അപ്പോൾ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം, ടാരോട് ചോദിക്കാം. അപ്പോൾ നമ്മളിന്ന് 4 ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. ഒരു 4 കാർഡ് സ്പ്രെഡാണ്. അപ്പോൾ നമുക്ക് കാർഡ്സ് റിവീൽ ചെയ്യാം. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ കരിയർ റൈറ്റ് നൗ. പേജ് ഓഫ് സോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന അതിൽ നിന്നും നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഈ ജോലിയിലല്ല, ഇതിലല്ല എനിക്ക് ഇതിൽ കൂടുതൽ ശമ്പളം കിട്ടണം, ഞാൻ അർഹിക്കുന്നുള്ളൂ, ഞാൻ ഇതല്ല ഡിസേർവ് ചെയ്യുന്നത്, അപ്പം എനിക്ക് അടുത്തിലേക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അതിങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ആ ഒരു എനർജിയാണ് പേജ് ഓഫ് സോർട്സിൻ്റെ. പേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും ചെറുപ്പക്കാരൻ്റെ എനർജിയാണ്, വളരെ എന്തൂസിയാസ്റ്റിക് ആണ്, ആ സമയം ഇമ്പൾസീവാണ്, എടുത്തയാട്ടവും പോരാ, അല്ലെങ്കിൽ ഇതൊന്നും അല്ല എൻ്റെ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഇങ്ങനെ വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അതാണ് നിങ്ങൾ കരിയറിൽ ഇപ്പോൾ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് ഈ കരിയർ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ 5 ഓഫ് സോർട്സ് ആണ്. എഗെയിൻ സോഡിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത്, എയർ എലമെൻ്റാണ്, സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ബുദ്ധിപരമായിട്ട്, നിങ്ങളുടെ ചിന്താപരമായിട്ടുള്ള, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ള ഒരു തലമാണ്. നിങ്ങൾ ഈ 5 ഓഫ് സോർട്സ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിക്കുമ്പോൾ, എന്തോ ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു ബാറ്റിൽ ജയിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിൽക്കുന്ന ഒരാളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ അർത്ഥം, നിങ്ങൾ എന്ത് ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത്, നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ഗോളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൊളീഗ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജ്മെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരായിട്ടോ ആരുമായിട്ടുള്ള ഒരു ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ചാടാതിരിക്കുക. കാരണം ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു കൊളീഗും അല്ലെങ്കിൽ മാനേജ്മെൻറ്റുമായിട്ടുള്ളൊരു പ്രോബ്ലം ആണ് ചിന്തിക്കുക. നിങ്ങൾ ആവശ്യമില്ലാതെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാതിരിക്കുക, അതിനകത്ത് അഭിപ്രായങ്ങൾ പറയാതിരിക്കുക, അല്ലെങ്കിൽ ആരുടെയും ഒരു ഫേവറായിട്ട് നിൽക്കാതെ നിങ്ങളുടെ മൈൻഡ് യുവർ ഓൺ ബിസിനസ്. നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നത് അവിടെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുക, അതിനു വേണ്ടി മാത്രം നിൽക്കുക. ആവശ്യമില്ലാത്തൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒന്നും ഉണ്ടാക്കാതിരിക്കുക, ആവശ്യമില്ലാത്തൊരു പറഞ്ഞില്ല ഓഫീസ് പൊളിറ്റിക്സിലൊന്നും ഇൻവോൾവ് ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞ നമ്മുടെ കാര്യം മാത്രം നോക്കുക. അത് സെൽഫിഷ്നെസ് എന്നല്ല എൻ്റെ അർത്ഥം. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു 2 പേര് തമ്മിൽ, നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലോ ഉള്ള 2 ആൾക്കാർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അവരത് സോൾവ് ചെയ്യട്ടെ, അവരത് പറഞ്ഞു തീർക്കട്ടെ. ഒരു പക്ഷേ നിങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്താൽ ഈ 2 പേരും അവസാനം ആ ഫ്രെയിമിലേ കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്ത് നിന്ന് ആർക്ക് വേണ്ടി ആരെ സഹായിക്കാനോ നിങ്ങൾ പോയത് അവർ ചിലപ്പം പിന്നെ ചിത്രത്തിലേ കാണത്തില്ല, നിങ്ങൾ മാത്രമേ അവിടെ കാണത്തുള്ളൂ. അത് നിങ്ങളെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു ചെറിയൊരു ചതിയുടെയോ, ഇതൊരു ചെറിയൊരു 5 ഓഫ് സോർട്സ് എപ്പോഴും ഒരു വഞ്ചനയുടെ, ഒരു ചതിയുടെയോ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഒരു എനർജി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നിൽ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കും. ഇനി എന്താണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം, 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പെൻറ്റക്കിൾസ് എപ്പോഴും മണിയാണ് കാണിക്കുന്നത്, എർത്ത് എലമെൻ്റാണ് പെൻറ്റക്കിൾസ്. പണം സംബന്ധമായ ഫിനാൻസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എപ്പോഴും പെൻറ്റക്കിൾസിൻ്റെ എനർജി കാണിക്കുന്നത്. അപ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസിൽ നിങ്ങൾക്ക് കാണാം ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്യുകയാണ്. ഈ പെൻറ്റക്കിൾസൊക്കെ നമുക്കിവിടെ കാണാം. എന്താണ് അയാൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ ക്രാഫ്റ്റ് എന്താണ്, നിങ്ങളുടെ സ്കിൽ എന്താണ്, അത് മാക്സിമം ബ്രഷപ്പ് ചെയ്യുക, അതിന് മൂർച്ച കൂട്ടുക, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ പണം ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്ന സാമ്പത്തികമായുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് അപ്പം നിങ്ങൾ സംസാരിക്കേണ്ട, നിങ്ങളുടെ സ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചോളൂ, നിങ്ങളുടെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചോളൂ. അത് സ്പീക്സ് വോളിയം. 8 ഓഫ് നിങ്ങളുടെ സ്മാർട്ട് വർക്കും, നിങ്ങളുടെ ഹാർഡ് വർക്കും, നിങ്ങളുടെ കരിയർ, നിങ്ങൾ ഇതിനെ എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നു, അതൊക്കെ ദാറ്റ് മാറ്റേഴ്സ്. അപ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതാണ് മനസ്സിൽ വെക്കേണ്ട കാര്യം. എന്താണ് ഫ്യൂച്ചർ എന്ന് ചോദിക്കുമ്പോൾ 2 ഓഫ് കപ്സ് ആണ്. അഗെയിൻ
ഇമോഷൻസിൻ്റെ വാട്ടർ എലമെൻ്റാണ് കപ്സ്. ഈ ഇതിനകത്ത് അതിൻ്റെ അർത്ഥം ഒരു ഹാർമണിയാണ്, നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ഹാർമണി, നിങ്ങളുടെ കൊളീഗ്സുമായിട്ടുള്ള. അതിൻ്റെ അർത്ഥം ഇതെല്ലാം ചെയ്താൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെടാതെ, നിങ്ങളുടെ ഓൺ കാര്യം നോക്കി നിങ്ങളുടെ സ്കില്ലിനെ ബിൽഡപ്പ് ചെയ്ത് നിങ്ങളുടെ കരിയർ ബിൽഡപ്പ് ചെയ്ത് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും എല്ലാം ആവശ്യത്തിന് ഉപയോഗിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് 2 ഓഫ് കപ്സ് ആണ്. കണ്ടില്ലേ, 2 പേര് കൊടുക്കൽ വാങ്ങൽ ആണ് നടത്തുന്നത്. ഇമോഷൻ്റെയാണ്, അല്ലെങ്കിൽ ഹാർമണിയുടെയാണ്, ലവ്, ഒരു കമ്പാനിയൻഷിപ്പ്. എപ്പോഴും നമ്മൾ ഒരു വർക്ക് സ്പേസിൽ എപ്പോഴും നമ്മുടെ ഒരു ടീം വർക്ക് ചെയ്യുമ്പോൾ, കുറേ ആൾക്കാർ കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു ടീം സ്പിരിറ്റ് വേണം. എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് അത് ഓൾ ടുഗദർ അത് സക്സസ്സിലേക്ക് എത്തത്തുള്ളൂ, അല്ലേ? ഓരോ പ്രോജക്റ്റുകൾ കണ്ടില്ലേ, നിങ്ങൾ നമ്മുടെ IT ഫീൽഡിലൊക്കെ കാണാം. ഓരോ പ്രോജക്റ്റുകൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് പല ഇതിലുള്ള ആൾക്കാർ അവരുടെ സ്കിൽസ് ഉപയോഗിച്ച് അവരുടെ ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് അതിനെ സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അതിപ്പോൾ എവിടെ ആയാലും, ഇപ്പോൾ അത് ഡോക്ടേഴ്സിൻ്റെ ഇടയിലായാലും ലോയേഴ്സിൻ്റെ ഇടയിലായാലും ടീച്ചേഴ്സ്, എല്ലാവരും നിങ്ങളുടെ വർക്ക് സ്പേസിൽ ഒരു ഹാർമണി എപ്പോഴും വേണം. അപ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആവശ്യമില്ലാത്ത കോൺഫ്ലിക്ട്സിലും ആവശ്യമില്ലാത്ത പ്രോബ്ലംസിലൊന്നും എടുത്ത് ചാടാതിരിക്കുക, നമ്മുടെ മാത്രം കാര്യങ്ങൾ മൈൻഡ് ചെയ്യുക. എന്തെങ്കിലും കൊളീഗ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് ഡീൽ ചെയ്യത്തുള്ളൂ എന്ന് മനസ്സിൽ വിചാരിക്കും. നമുക്കതിനകത്ത് ഇടപെടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് ന്യായമല്ലല്ലോ, എനിക്കത് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് അവരുടെ സൈഡ് പിടിച്ച് അങ്ങനെ ഒന്നും നിൽക്കേണ്ട, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്നാണ് നമ്മുടെ ഈ റീഡിങ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഓൾ ടുഗദർ നിങ്ങൾ ഇതെല്ലാം കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധാപൂർവ്വം മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, വളരെ മനസ്സമാധാനവും സന്തോഷത്തോടും കൂടി നിങ്ങളുടെ കരിയറിൽ മുമ്പോട്ട് പോകാം. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇനിയും മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.